KCLൽ വില കൂടിയ താരമായി സിബിൻ ഗിരീഷ് 11.8 ലക്ഷം രൂപയ്ക്ക് ആലപ്പി റിപ്പിൾസ് ആണ് സിബിൻ ഗിരീഷിനെ സ്വന്തമാക്കിയത്. കൃഷ്ണദേവനാണ് KCLലെ വില കൂടിയ രണ്ടാമത്തെ താരം. 11.2 ലക്ഷം രൂപയ്ക്കാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ കൃഷ്ണദേവനെ സ്വന്തമാക്കിയത്. വിവരങ്ങളുമായി അഞ്ജേസ് പാലൻ കൂടി ചേരുന്നു. അഞ്ജു, അടിസ്ഥാന വിലയായ 75,000 രൂപയിൽ നിന്നാണ് ഈ ലക്ഷങ്ങൾ വിലയുള്ള താരങ്ങൾ എന്ന നേട്ടം ഇരുവരും കൈവരിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? KCLലെ മൂന്നാം പതിപ്പിന്റെ ഭാഗമായിട്ടുള്ള താരലേലമായിരുന്നു ഇന്ന് കോവളം ലീലാറാവി ഹോട്ടലിൽ വെച്ച് നടന്നത്. ഈ താരലേലത്തിൽ ആറ് ടീം ഫ്രാഞ്ചൈസികളും പങ്കെടുത്തു. ഏരിയസ് കൊല്ലം, അതുപോലെ ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ആലപ്പി റിപ്പിൾസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ, തൃശൂർ ടൈറ്റൻസ്. ഈ 6 ടീമും വലിയ വാശിയോട് തന്നെയാണ് ഈ പ്ലേയേഴ്സിനെ വിളിച്ചെടുക്കാനുള്ള മത്സരത്തിൽ താരലേലത്തിൽ പങ്കാളികളായത്. ഇതിൽ ഏറ്റവും കൂടുതൽ രൂപ മൂല്യമുള്ളത് സിബിൻ ഗിരീഷിനാണ്. സിബിൻ ഗിരീഷ് കഴിഞ്ഞ സീസണിൽ തൃശൂരിന്റെ താരമായിരുന്നു. ഇത്തവണ സിബിൻ ഗിരീഷിനെ ആലപ്പി റിപ്പിൾസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 75,000 രൂപയായിരുന്നു സിബിന്റെ അടിസ്ഥാന വില. സിബിനെ 11 ലക്ഷം രൂപയ്ക്കടുത്താണ് ഈ ആലപ്പി റിപ്പിൾസ് ഇത്തവണ സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ നല്ല സീസൺ 1ലും സീസൺ 2ലും വലിയ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച താരം കൂടിയാണ് സിബിൻ ഗിരീഷ്. രണ്ടാമതെന്ന് പറഞ്ഞത് കൃഷ്ണദേവനാണ്. കൃഷ്ണദേവനും 75,000 രൂപ തന്നെയായിരുന്നു അടിസ്ഥാന വില. കൃഷ്ണദേവനെ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിന്റെ താരമായിരുന്നു. ഇത്തവണ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ തന്നെ കൃഷ്ണദേവനെ നിലനിർത്തി. കഴിഞ്ഞ സീസൺ സമയത്ത് വലിയ രീതിയിൽ പ്രശംസ മേടിച്ച ഒരു താരമായിരുന്നു ഈ കൃഷ്ണദേവ്. സീസണിലുടനീളം വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കൃഷ്ണദേവന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുപോലെ തന്നെ IPLൽ കളിക്കുന്ന ബേസിൽ തമ്പി, വിഷ്ണു, വിനോദ്, അതിനുള്ള എല്ലാ താരങ്ങളെയും വലിയ മത്സരത്തോടു കൂടി തന്നെയാണ് ഈ ടീമുകൾ സ്വന്തമാക്കിയത്. ഈ KCLന്റെ മത്സരവുമായി ബന്ധപ്പെട്ട ഇന്ന് ഒരു പ്രസ് മീറ്റ് കൂടി ഇവിടെ വെച്ചുണ്ടായിരുന്നു. ഈ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞത് വലിയ ഫാൻ പാർക്കുകളും അതുപോലെ തന്നെ ഫാൻ വില്ലേജ് അടക്കമുള്ള കാര്യങ്ങൾ മത്സരത്തിന്റെ ഭാഗമായി നടത്തും. ഈ KCLന്റെ മൂന്നാം പതിപ്പാണ്. അപ്പോൾ ഇത്തവണത്തെ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഫാൻസുകളെ കൂട്ടുക എന്നുള്ളതാണ്. കാണികളെ ആകർഷിക്കണം എന്നുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഫാൻ പാർക്കുകളും ഫാൻ വില്ലേജുകളും ഒരുക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസമായിട്ടുള്ള ക്രിസ് ഗെയിലിനെ KCLന്റെ മാച്ചിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി KCL ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതായിട്ടാണ് KCLയുടെ ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞത്. പിന്നീടുള്ളൊരു കാര്യം സഞ്ജു സാംസന്റെ കാര്യമാണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ തവണ ഈ ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിരുന്നത്. ഇത്തവണ സഞ്ജു കളിക്കുന്നില്ല. പകരം സഞ്ജു ഇത്തവണ കളിക്കുന്നില്ലെങ്കിൽ സഞ്ജുവിന്റെ ചേട്ടനെ കൊച്ചി ടീം നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജു ഈ ഇന്ത്യൻ ടീമിൽ ഇടം നേടി കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് സഞ്ജു ഇത്തവണ KCLയുടെ ഭാഗമായിട്ട് ഈ KCLൽ മത്സരിക്കാൻ കഴിയാത്തത്. പക്ഷേ ജലജ് സക്സേന തിരിച്ച് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ജലജ് സക്സേന കേരളത്തിന് വേണ്ടി കളിക്കുന്നില്ല. രഞ്ജി അടക്കമുള്ള മത്സരങ്ങളിൽ ജലജ് കളിക്കുന്നില്ലായിരുന്നു. ഇത്തവണ ജലജ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ജലജിനെ ഇത്തവണത്തെ KCLന്റെ ഭാഗമായി ജലജ് കളിക്കും. അതിന്റെ ഭാഗമായി രഞ്ജിയിലും ജലജ് എന്തായാലും കളിക്കും. എന്തായാലും കേരളത്തിലെ ക്രിക്കറ്റ് വലിയൊരു വളർച്ചയുടെ ഭാവിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് KCLയുടെ ഭാഗത്തു നിന്ന് ഈ KCLലെ മുന്നോട്ട് പോകുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ വലിയ ആവേശത്തോടെ തന്നെയാണ് തുടങ്ങാനിരിക്കുന്നത്. ഉമ.